നമ്മളാരും ഇതുവരെ കാണാത്ത ഒരു ഇന്ത്യൻ ഗ്രാമത്തിലേക്കാണ് ഇനി പ്രേക്ഷകരെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹൻസ്പുരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആൻഡമാൻ ദ്വീപസമൂഹത്തിൽപ്പെട്ട ഗ്രാമമാണ് ഹൻസ്പുരി. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദിര തുറവൂർ അവിടെ നിന്നുള്ള ചില അപൂർവ കാഴ്ചകൾ 24-ന് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഡെപ്യൂട്ടി കമാൻഡൻ്റായ മകൻ ധനേഷിനൊപ്പമാണ് ഇന്ദിര ഹൻസ്പൂരിലേക്ക് സാഹസികമായ ഒരു യാത്ര നടത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. താങ്ക്സ് ടു ഇന്ദിര തുറവൂർ. ആൻഡമാന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ നിന്ന് 230 കിലോമീറ്റർ ദൂരം കാട്ടിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ മായാബന്ദറിൽ എത്താനാകൂ. മായാബന്ദറിൽ നിന്ന് ആദിവാസികളുടെ ഒറ്റത്തടിയിൽ തീർത്ത വഞ്ചിയിൽ 3 മണിക്കൂറോളം കടലിലൂടെ യാത്ര ചെയ്ത് വീണ്ടും 1 മണിക്കൂറോളം വനപാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഹൻസ്പുരി എന്ന ഗ്രാമത്തിൽ എത്താനാകൂ. 1918 ഇന്ത്യയിൽ നിന്ന് ആൻഡമാനിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിച്ച ഝാർഖണ്ഡിൽ നിന്നുള്ള ആദിവാസികളാണ് ഹൻസ്പുരി ദ്വീപിൽ താമസമാക്കിയിട്ടുള്ളത്. 420 ആദിവാസികളാണ് ഇവിടെ താമസം. അതിഥികളെ അവരുടെ ആചാരപ്രകാരം സ്ത്രീകളാണ് വരവേൽക്കുന്നത്. ജലവും പൂവും തളിച്ച് പരമ്പരാഗതമായ നൃത്തവും ഗാനങ്ങളുമായാണ് സ്വാഗതം ചെയ്യുന്നത്. ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളി മാത്രം. വാഹനങ്ങളില്ല, കടകളുമില്ല. പരസ്പരം അകലെയാണ് ഗ്രാമവാസികൾ താമസിക്കുന്ന കുടിലുകൾ. വൈദ്യുതിക്ക് വേണ്ടി ഒരു ജനറേറ്റർ മാത്രം. ശുദ്ധജലത്തിനായി 3 കിണറുകളെയാണ് ഗ്രാമവാസികൾ ആശ്രയിക്കുന്നത്. മീൻപിടുത്തവും കൃഷിയുമാണ് തൊഴിൽ. വിദ്യാഭ്യാസത്തിന് 8ാം ക്ലാസ് വരെ മാത്രം പഠിപ്പിക്കുന്ന 4 അധ്യാപകരുള്ള ഒരു സ്കൂൾ മാത്രം. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് തന്നെ അപൂർവമായൊരു ഭാഗ്യം.